ഇന്നത്തെ കുടുംബശ്രീ ശാരദയിലെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. കൊടുങ്കാട്ടിൽ കരടിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും പച്ചിലയെക്കാളും കൂടുതൽ പാമ്പുകൾ വസിക്കുന്ന ഈ മീൻപാറക്കാട്ടിൽ നമ്മുടെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ ചെന്ന് പെടല്ലേ എന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കുട്ടികൾ പാമ്പിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടിരിക്കുവാണ്. സർപ്പവിഷം തീണ്ടിരിക്കുകയാണ് നമ്മുടെ പപ്പിമോക്ക്. പക്ഷേ പപ്പിമോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. പക്ഷേ പപ്പിമോൾ എന്തോ മുള്ളു കൊണ്ടെന്ന് വിചാരിക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സത്യമോൾക്ക് അത് കണ്ടു. പപ്പിയോട് ഇത് പറഞ്ഞാൽ പപ്പി ഭയപ്പെടും എന്ന രീതിയിൽ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു, പപ്പി അറിയിക്കാതെ അവിടെ കൊണ്ട് എന്താണ് ഒരു കർച്ചീഫ് വെച്ച് കെട്ടിക്കൊടുത്ത് പപ്പിയും കൊണ്ട് മുന്നിലേക്ക് നടക്കുവാണ്. ജനവാസ കേന്ദ്രത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ച് അവർ മുന്നിലേക്ക് നടക്കുമ്പോൾ അവർ ചെന്നെത്തുന്ന നമ്മുടെ ഒറ്റക്കാലം ബേബിയുടെ മുന്നിലായി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ദുഷ്ടൻ്റെ മുന്നിൽ എത്തുകയും ദുഷ്ടമായ ഒരു കടനത്തിൽ കൂടെ എന്താണ് കടന്നു പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. എല്ലാ രീതിയിലും എന്താണ് ഈ യാത്ര അവർക്ക് ഒട്ടും സുഖകരമായ ഒരു രീതിയിലല്ല. ശാലിനി എത്ര കയ്യെത്തും ദൂരത്തിരുന്നിട്ടും കുട്ടികളെ കണ്ടെത്താൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ശാലിനിയുടെ കയ്യിൽ നിന്ന് വഴുതി പോകണം. ശാലിനിക്ക് കിട്ടുന്നത് ആകപ്പാടെ സത്യയുടെ റബ്ബർ ബാൻഡ് മാത്രമാണ് ഇതുവരെ ശാലിനിയുടെ കയ്യിൽ കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ശ്രീരഞ്ജനിയും ടീമൊക്കെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശാലിനിയും വിഷ്ണുവും ഓരോ വ്യക്തികളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ വിഷ്ണു ശാലിനിയും തമ്മിൽ കണ്ടുമുട്ടും എന്ന് നമുക്കറിയത്തില്ല. കാരണം ഒരു ഭാഗത്ത് നിന്ന് വിഷ്ണു വരുന്നുണ്ട്, ഒരു ഭാഗത്ത് നിന്ന് ശാലിനി വരുന്നുണ്ട്. രണ്ടുപേരും വന്നു ചേരാൻ പോകുന്ന ഏകദേശം ഒരേ ഭാഗത്തേക്ക് തന്നെ ആകാനാണ് സാധ്യതയുള്ളത്. വരുന്ന വഴിയിൽ എന്താണ് നമ്മുടെ രോഹിത് കാടിന് ചതുപ്പിലേക്ക് വീഴാൻ പോകുന്നു. രോഹിതിനെ പിടിച്ച് എന്താണ് അവിടെ നിന്ന് എണീപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ എന്താണ് കുട്ടികൾക്കായുള്ള തെരച്ചിൽ ഒരുപോലെ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശ്യാമയുടെ ഒക്കെ വായിൽ നിന്നേ പപ്പി എന്ന പേരല്ലാതെ സത്യം എന്ന പേര് വീഴുന്നില്ല എന്നത് നമുക്ക് എന്താണ് അതൊരു സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. സ്വന്തം കാര്യത്തിലേക്ക് മാത്രം സ്വന്തമായി കിട്ടിയ ആ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ ശ്യാമ പോലും ആലോചിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ വിഷ്ണു അങ്ങനെയല്ല. ഈ കുട്ടികൾ ആരാണ് തനിക്കെന്ന് അറിയത്തില്ലെങ്കിൽ പോലും എന്താണ് സത്യയുടെ പേരും അതുപോലെ തന്നെ പപ്പിയുടെ പേരും ഒരുപോലെ തന്നെ വിളിച്ചെന്താണ് വിഷ്ണു അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ ശാലിനിയോട് എന്താണ് റേഞ്ച് ഓഫീസിൽ എത്തിക്കെ പറയുന്നുണ്ട്, മാഡം ഇത്ര പാനിക്കാവേണ്ട മാഡം, ഇത് കാടിൻ്റെ ഭയങ്കരമായി ഭീകരതയിലുള്ള സമയമാണ്. ഈ സമയത്ത് മാഡം ഇങ്ങനെ മനുഷ്യൻ്റെ ഒച്ച കേൾക്കുന്നത് മൃഗങ്ങൾ എന്താണ് നമ്മളിലേക്ക് അടുപ്പിക്കാൻ സാധ്യതയാവും. അതുകൊണ്ട് മാഡം അങ്ങനെ ഒച്ച വെക്കല്ലേ മാഡം എന്ന് ശാലിനി ഭയങ്കരമായി കുട്ടികൾക്ക് വേണ്ടി തേടൽ നടത്തുമ്പോഴത്തേക്കും ഈ റേഞ്ച് ഓഫീസർ ലതിക പറയുമ്പോഴത്തേക്കും ശാലിനിക്ക് അങ്ങ് ദേഷ്യം വന്ന് റേഞ്ച് ഓഫീസർ ലതികയോട് പറയുവാണ്, മാഡം ഈ കാടിൽ ഇത്രയുള്ള ഭീകരതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് 2 കുഞ്ഞുങ്ങളാണ്, പിന്നെയാണോ നമ്മുടെ സേഫ്റ്റി? അല്ല മാഡം, മാഡം റെസ്റ്റ് റൂമിൽ പോയി റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന എൻ്റെ കുട്ടികളാണ് മാഡം. ഉടനെ ലതിക ചോദിക്കും, മാഡം മാഡത്തിൻ്റെ ഒരു മോളല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശാലിനി പറയുന്നു, കൂടെ നഷ്ടപ്പെട്ടിരിക്കുന്ന കുട്ടി എൻ്റെ മകളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ മകളെ പോലെ തന്നെയാണ്, സോറി മാഡം എന്ന് പറയുന്നുണ്ട്. അപ്പം വീണ്ടും എന്താണ് മാഡം ഇവിടെയൊക്കെ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണെന്ന് ആ റബ്ബർ ബാൻഡ് ശാലിനിയുടെ കൈ കിട്ടുമ്പോഴത്തേക്കും വേറൊരു റേഞ്ച് ഓഫീസർ പറയുമ്പോഴത്തേക്കും നമ്മൾ ലതിക പറയുന്നുള്ളൂ, ഇടോ മിണ്ടാണ്ടിരിക്കടോ എന്ന് പറയുന്നത്. കാരണം ശാലിനിക്ക് കൂടുതൽ ടെൻഷൻ കൊടുക്കേണ്ട എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അവർ നോക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ മുന്നിലേക്ക് എന്താണ് ശാലിനി ആവട്ടെ രാമേട്ടൻ, അത് പ്രത്യേകം പറയണല്ലോ, ഒരു ഡ്രൈവറായിട്ട് പോലും എനിക്കെന്തിനാ ഇതിനകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാതെ ഒരു കഷ്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് രാമേട്ടൻ അവിടെ അനുപല്ലമായിട്ട് അവർക്കൊന്നും ആ ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എന്നിട്ടും അവർ ഡ്യൂട്ടിയെ ബിയോണ്ടായിട്ട് കണ്ടുകൊണ്ട് എന്താണ് നമ്മുടെ പപ്പിമോക്കും നമ്മുടെ സത്യമോക്കൊക്കെ ആയിട്ട് എന്താണ് നമ്മുടെ എല്ലാവരും അങ്ങ് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ കുട്ടികൾ ചെന്നെത്തുന്ന ഒരു കരടിയുടെ മുന്നിലാണ്. ആ കരടിയുടെ മുന്നിൽ എത്തുന്നവരെ അവരെന്താണ് ശാലിനിക്ക് റേഞ്ച് കിട്ടിയ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ തന്നെ ആ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഈ കുട്ടികൾ കാത്തു നിൽക്കുമായിരുന്നു. ശാലിനിക്ക് തന്നെ രക്ഷപ്പെടുത്താൻ എളുപ്പമുള്ള മാർഗ്ഗമായിട്ട്. പക്ഷേ ഇനിയിപ്പോൾ ആ കരടിയെ കണ്ടതോടെ അവർക്ക് ആ വഴി നിൽക്കാൻ പറ്റാതാകുമ്പോൾ പപ്പിമോളോട് പറയുന്നുണ്ട് നമ്മുടെ സത്യമോൾ, പപ്പി ഓടിക്കുമോ എന്ന് വന്നിട്ട് 2 പേരും എന്താണ് ആ പ്രദേശത്ത് നിന്ന് ഓടുവാണ്. ഇനിയിപ്പം വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ പറയുന്നുണ്ട്, നമുക്ക് വീണ്ടും ആ പഴയ മരത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയാലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ പറയുന്നത്, എനിക്ക് പേടിയാവുന്നു ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞാലും അല്ല, നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ വീണ്ടും കാട്ടിൻ്റെ അകത്ത് തന്നെ ആയി പോകത്തില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഭാഗത്ത് എന്താണ് വിഷ്ണു വിളിക്കുന്ന കാണുന്നുണ്ട്, ശ്യാമ ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും വിളിക്കുന്നുണ്ട്. വീണ്ടും ഇവരുടെ മുന്നിലേക്ക് എന്താണ് അവരങ്ങനെ അത് സംസാരിച്ച് ഈ കുട്ടികൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു വിഷസർപ്പം എന്താണ് ഈ കുട്ടിയുടെ അടുത്തേക്ക് വരുവാണ്. നമ്മുടെ പപ്പിയുടെ മോളുടെ അടുത്തേക്കാണ് വരുന്നത്. പപ്പിമോളുടെ അടുത്തേക്ക് വന്നിട്ട് പപ്പിമോളുടെ കാലിലേക്ക് വിഷസർപ്പം വിഷം തീണ്ടുകയാണ്. പക്ഷേ പപ്പിമോൾ എന്താണ് അത് അറിഞ്ഞില്ല. എന്താണ് ഒരു മുള്ളു കൊണ്ടതേ ഉള്ളൂ, വിഷമുള്ളു കൊണ്ടതാന്ന് തോന്നുന്നു. എന്നിട്ട് പപ്പിമോൾ അത് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ആ സർപ്പം അതിൻ്റെ പാട്ടിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ സത്യം എന്താണ് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ സർപ്പം പോകുന്നതും സത്യമോൾ കണ്ടു. ഇതിപ്പം പപ്പിയെടുത്ത് പറയണ്ടല്ലോ എന്ന് പറഞ്ഞ്, പപ്പി നീ നിൻ്റെ ബാഗിൽ നിന്നൊരു ഹാൻഡ് കർച്ചീഫ് എടുത്തേ. എന്തിനാ സത്യേ, എന്തുവായിരുന്നു അത്, മുള്ളല്ലായിരുന്നോ ചോദിക്കുമ്പോഴത്തേക്കും മുള്ളൊക്കെ തന്നെ, അതൊരു മുള്ളു കൊണ്ടതാ പപ്പി, നീ എന്തായാലും കർച്ചീഫ് എടുക്കുക, ഞാൻ അതൊരു കെട്ടിത്തരാൻ വന്നിട്ട് എന്താണ് കർച്ചീഫ് എടുത്ത് കാലിൽ എന്താണ് കെട്ടിക്കൊടുക്കുവാണ്. കെട്ടിക്കൊടുത്തിട്ട്
പക്ഷേ ഇതും കൊണ്ട് എന്താണ്, ആ കുട്ടികൾ അത് കെട്ടി വെച്ചിട്ട് മുന്നിലേക്ക് നടക്കുക തന്നെ ചെയ്യുവാണ്. കാരണം വേറെ മാർഗ്ഗമൊന്നുമില്ല അവരുടെ മുന്നിൽ. ഇനിയിപ്പം നമ്മൾ ആരെങ്കിലും മനുഷ്യർ വന്നാലല്ലേ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്ന, അത് നമുക്ക് നോക്കാം. നമ്മൾ എന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശാരദാമ്മയുടെ തപമാണ് കാണിക്കുന്നത്. നമ്മുടെ ശാരദാമ്മയുടെ തപം കാണിക്കുമ്പോഴത്തേക്കും അവിടെ എന്താണ്, അവിടുത്തെ പൂജാരി അവിടെ നിൽക്കാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. പൂജാരി പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു പഞ്ചാഗ്നി വിധിയെക്കുറിച്ച് പുരാണങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൃത്യമായ വിധിയോ കർമ്മങ്ങളോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഒറ്റൊരു കാര്യം മാത്രം ഉറപ്പാണ്, ഇത് രണ്ട് പേർക്കിടയിലുള്ള യുദ്ധമാണ്. ഒന്ന് ചെയ്യുന്ന വ്യക്തി ധർമ്മദേവനെ വെല്ലുവിളിച്ചിരിക്കുവാണ്. പിന്നെ ധർമ്മദേവൻ ഒരിക്കലും വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞാൽ തോൽക്കാനുള്ള സാധ്യതയില്ല. ധർമ്മദേവൻ ജയിക്കുന്ന പക്ഷം ആ ധർമ്മദേവനെ വെല്ലുവിളിച്ചിരിക്കുന്ന വ്യക്തി ആ പഞ്ചാഗ്നിക്കകത്ത് എന്താണ്, കത്തി എരിഞ്ഞ അമരത്തേ ഉള്ളൂ. അതിൻ്റെ കൂടെ കണ്ടു നിൽക്കുന്നവരും അത് സഹായത്തിൽ നിൽക്കുന്നവരും എല്ലാവരും ധർമ്മദേവൻ്റെ കോപത്തിനിരയെ അവരെല്ലാവരും തന്നെ എന്താണ്, പഞ്ചാഗ്നിക്ക് ഇരയായി മാറും. ഞാൻ അതിനു വേണ്ടി നിൽക്കുന്നില്ല. അതുകൊണ്ട് കുട്ടിയും ഇവിടെ നിൽക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ നിന്ന് മാറാം. ചെയ്യുന്നത് ശാരദാമ്മയാണെങ്കിൽ ശാരദാമ്മയ്ക്കും എന്താണ്, ധർമ്മദേവന് ഇടയിൽ മാത്രമുള്ള ഒരു സംബന്ധം മാത്രമായിരിക്കണം ഈ ഒരു പൂജാവിധി എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇത് ചെയ്താലും ഒരിക്കലും എന്താണ്, ജയം കിട്ടിയൊരു ചരിത്രം, ഒരു മനുഷ്യനെ കിട്ടിയൊരു ചരിത്രം ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാന്ത പറയുന്നത്, അങ്ങനെയല്ല പൂജാരി, നമ്മുടെ ശാരദാമ്മ എങ്ങനെയായാലും ഇതിൽ വിജയിക്കാൻ ദുഷ്കരമാണ്. കുട്ടി എന്താണ് പറയുന്നത്? കാരണം ഇപ്പോൾ ഇത് ശാരദാമ്മ ചെയ്തുകൊണ്ടിരിക്കും. ശാരദാമ്മയുടെ ശ്രദ്ധയെ മാറ്റാനായി പലതരത്തിലുള്ള രീതിയിലൊരു പ്രശ്നങ്ങൾ ശാരദാമ്മയുടെ മുന്നിൽ വരും. ശാരദാമ്മയ്ക്ക് പോലും അവിടെ നിന്ന് എണീറ്റ് ഓടേണ്ടതായിട്ടൊരു അവസ്ഥ വരത്തക്ക രീതിയിൽ ശാരദാമ്മയുടെ മനസ്സിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾ ശാരദാമ്മയ്ക്ക് നേരിട്ട് വരും. അതെല്ലാം ധർമ്മദേവൻ്റെ ഒരു കളിയായിരിക്കും. അപ്പം ഇതിൻ്റെ എല്ലാം മുന്നിൽ നമ്മൾ നോക്കി നിൽക്കുക എന്നതല്ലാതെ നമ്മുടെ മുന്നിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നത്? അതുകൊണ്ട് കുട്ടി മാറുക. എന്നാൽ ഞാനിവിടെ നിൽക്കാനായി തയ്യാറല്ല. കാരണം വെറുതെ ധർമ്മദേവൻ്റെ കോപത്തിന് ഇരയാവാൻ ഞാനില്ല എന്ന് പറയുന്നു. ശാരദാമ്മ കുറേ തീ കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ചുറ്റിനും വളയത്തിനകത്ത് തീയുമുണ്ട്. അതുപോലെ ശാരദാമ്മ കണ്ണടച്ച് വെച്ചിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ശാരദാമ്മ കണ്ണടച്ച് വെച്ച് ശാരദാമ്മ വിയർത്തങ്ങ് ഒഴുകുവാണ്. കാരണം തലയിൽ തീച്ചട്ടിയാണ് തലയിൽ വെച്ചുകൊണ്ട് ആ തീച്ചട്ടി തലയിൽ നിന്നോ മാറാനും പാടില്ല, അത് ശാരദാമ്മയുടെ പുറത്തൊന്നും വീഴാനും പാടില്ല. ശാരദാമ്മ ഈ ചുറ്റിനും തീയുടെ നടുക്കാണ് ശാരദാമ്മ തീച്ചട്ടിയുമായിട്ട് ഇരുന്ന് ഈ തപസ് അനുഷ്ഠിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പപ്പിമോളും നമ്മുടെ സത്യമോളും കാട്ടിൽ വീണ്ടും ഓടി വരുന്നതാണ്. അപ്പോൾ ഇവർ ഓടി വരുമ്പോഴത്തേക്കും ശാലിനി നോക്കുമ്പോഴേക്കും ശാലിനിയുടെ കയ്യിലേക്ക് കുട്ടിയുടെ റബ്ബർ ബാൻഡ് കിട്ടിയ ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവിടുന്ന് പോകേണ്ട വന്ന എന്തെങ്കിലും അവസ്ഥ വന്ന് കാണുമെന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഭാഗത്തുനിന്ന് ഒരു വെളിച്ചം കാണുന്നുണ്ട്. ആ വെളിച്ചം വരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വേറൊരു ഓഫീസേഴ്സാണ് വരുന്നത്. ഉടനെ ഇവർ പറയുന്നുണ്ട്, റേഞ്ച് ഓഫീസർ ലതിക പറയുന്നുണ്ട്, മാഡം കഞ്ചാവുകാരും എല്ലാവരും ഇറങ്ങുന്ന ഒരു സമയമാണ്. കാരണം ഈ രാത്രി ആകുമ്പോഴത്തേക്കും കാടിന് നല്ല പരിചയമുള്ള കഞ്ചാവുകാരൊക്കെ ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും അവരുടെ മുന്നിൽ കുട്ടികൾ ചെന്ന് പെടാതിരിക്കുക എന്നതും വലിയൊരു കാര്യമാണ്. കാരണം എല്ലാം പോകൃത്തരം ഉള്ളവന്മാർ മാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതും കേട്ട് ശാലിനിക്ക് വീണ്ടും ഭയമാകുന്നുണ്ട്. ശാലിനി മുന്നിലേക്ക് തന്നെ നടക്കുവാണ്. പിന്നെയും കാണിക്കുന്ന ശാരദാമ്മയുടെ പഞ്ചാഗ്നി വിധി തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശാന്തയാണെങ്കിൽ പ്രാർത്ഥനയോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശാരദാമ്മയ്ക്ക് ആ പൂജാകർമ്മം പൂർത്തിയാക്കാൻ കഴിയണം. ശാന്ത പൂജാരി പറഞ്ഞിട്ടും ആ പരിസ്ഥിതി ശാന്ത മാറാനായിട്ട് തയ്യാറായില്ല. ശാന്ത എപ്പോഴും ആയ കാലം തൊട്ട് തന്നെ ആത്മാർത്ഥത എങ്ങനെ കാണിക്കണമെന്നോ ആ ആത്മാർത്ഥത ശാരദാമ്മ സ്വന്തം അമ്മയെ പോലെ കരുതി തന്നെ ആ ആത്മാർത്ഥത ശാന്ത എപ്പോഴും പുലർത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഷാരിയുടെ ഹോട്ടലിനകത്തൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴും ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അതുപോലെ തന്നെ ശാന്ത ഇപ്പോഴും ശാരദാമ്മയ്ക്ക് കൂട്ടായി തന്നെ അവിടെ നിൽപ്പുണ്ട്. വിഷ്ണു അലറി കരഞ്ഞുകൊണ്ട് പപ്പിമോളെയും സത്യമോളെയൊക്കെ വിളിക്കുന്നുണ്ട്. ശാലിനിയും അതുപോലെ വിളിക്കുന്നുണ്ട്, സത്യേ എന്ന്. ലാസ്റ്റ് നമ്മൾ ക്ഷമ കെട്ടി വിളിക്കത്തില്ല, അതുപോലെ സത്യ എന്ന് ക്ഷമ കെട്ടി ശാലിനി വിളിച്ചിട്ടും ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ശാലിനി പറയുന്നത് അവരിവിടുന്ന് പോയി കാണും. കാരണം അവരിവിടെ ഇപ്പോൾ ഇല്ല, അവർക്ക് ഇവിടുന്ന് പോകേണ്ട വന്ന എന്തൊരു സാഹചര്യം സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നേരെ കാണിക്കുന്ന നമ്മുടെ കുട്ടികൾ അങ്ങ് ഒരു ഭാഗത്ത് കുറച്ച് വെളിച്ചം കാണുന്നുണ്ട്, സത്യേ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ, അത് തിരിച്ച് ആ മരത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതിന് പകരം അവർ തീരുമാനിച്ചത് മുന്നിലേക്ക് നടക്കാൻ തീരുമാനിക്കുമ്പോഴത്തേക്ക് ആ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് അവർ കാണുന്ന കുറച്ച് വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പപ്പിമോൾ പറയുന്നുണ്ട്, ചിലപ്പോൾ അത് മനുഷ്യൻ്റെ വാസമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആരെയും നമ്മൾ സഹായിക്കത്തില്ലേ, എന്ത് ചെയ്യാനാ പപ്പി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വാ എന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് സത്യമോളും പപ്പിമോളും കൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു വീട് കാണിക്കുന്നുണ്ട്. ആ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു ആള് കമ്പളമൊക്കെ പുതച്ച് മൊത്തത്തിനകത്ത് ആളുടെ മുഖമോ സ്ത്രീയോ പെണ്ണോ പുരുഷനോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, കിടക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അടുത്ത് പോയിട്ട് ഹെൽപ്പ് 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 എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അവർ ആ പുതപ്പ് മാറ്റിപ്പോലും നോക്കാൻ പോകുന്നില്ല. കാരണം ആ കാടിൽ എപ്പോഴും വരാൻ സാധ്യതയുള്ളത് മനുഷ്യ കുഞ്ഞുങ്ങൾ ആരും വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെ കേട്ടാലും അവരെ കബളിപ്പിക്കാൻ വരുന്ന രീതിയിലുള്ള വേറെ എന്തെങ്കിലും സംഭവങ്ങളാവാനേ
സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് ആ കാർഡിൻ്റെ ഭയമുള്ളതുകൊണ്ട് അവർ തുറന്നു നോക്കാൻ തയ്യാറാവില്ല. അപ്പം നമ്മുടെ പപ്പിമോള് അവിടെ അടുത്ത് ഇപ്പോൾ ഉണ്ടെങ്കിലും നമ്മുടെ സത്യമോൾ ആലോചിക്കുമോ, അയ്യോ പപ്പിയെ രക്ഷിക്കാനായിട്ട് ഒരു സഹായം കിട്ടിയാൽ കൊള്ളായിരുന്നു, ഈ ഒരു വിഷബാധ മാറ്റണമല്ലോ എന്ന് പറഞ്ഞ് സത്യമോൾ ആലോചിച്ചിട്ട്, പക്ഷേ ഈ കാണുന്ന വ്യക്തി ദുഷ്ടനൊന്നും ആവലെ, ദൈവമേ നല്ലവരായിക്കണേ, സഹായിക്കാൻ മനസ്സുള്ളവരായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വ്യക്തി തട്ടി ഉണർത്തിയിട്ട് സഹായിക്കണേ സഹായിക്കണേ എന്ന് പറയുമ്പോഴത്തേക്കും മലയാളം ആയതുകൊണ്ട് മനസ്സിലായി. അങ്ങനെ ആ വ്യക്തി പുതപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു പ്രായം ചെന്നൊരു സ്ത്രീയാണ്. നിങ്ങൾ ആരാ മക്കളെ, നിങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങൾ തന്നെയാണോ? ഇവിടെ എന്താ ഈ കാട്ടിൻ്റെ നടുക്ക് ഈ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് എന്ത് കാര്യം? ഈ കാട്ടിൽ നിങ്ങൾ എങ്ങനെ വന്ന് പെട്ട് മക്കളെ? അത് ഞങ്ങൾ ഒത്തിരി ദൂരെ നിന്ന് വരുന്നതാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തോ ഞങ്ങൾക്കൊരു സഹായം വേണം എന്ന് പറയുന്നുണ്ട്. ഇതുവരെ സഹായം എന്താണെന്ന് പറഞ്ഞില്ല. അപ്പോഴത്തേക്കും കാണിക്കുന്ന നമ്മുടെ ഒറ്റക്കാലൻ ബേബി ഒരു ഭാഗത്ത് നിന്ന് അവൻ്റെ ആ ഊന്നുവടിയൊക്കെ പിടിച്ചിട്ട് അവനും കൂടെയാണ് വരുന്നതാണ് കാണിക്കുന്നത്. അവനും കാട്ടിൽ നിന്ന് അവൻ പോയിട്ടില്ല. കാരണം അവൻ ലക്ഷ്യം വെച്ചത് ഈ കുട്ടികളാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തുമോ എന്നതിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വികാരം കൊണ്ടിട്ടുള്ളവൻ തന്നെയാണ് ഈ ഒറ്റക്കാലൻ ബേബി നമുക്ക് ശ്രീരഞ്ജിനി പറഞ്ഞറിയാം. അപ്പം ആ ലക്ഷ്യം വിടാതെ ഈ കാടിൻ്റെ ഭീകരതയൊക്കെ മറന്ന് അവനും ഈ കുട്ടികളുടെ പിറകെ തന്നെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. ഇനി അവൻ്റെ മുന്നിലും കുട്ടികൾ എത്തിച്ചെന്ന് പെടുമോ, ഈ കാണുന്ന വ്യക്തി കുട്ടികൾക്ക് സഹായമാകുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള എപ്പിസോഡിൻ്റെ വലിയ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവരും സീൽ കാണുമോ, ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ലിസ്റ്റ് കുറവാണ്, കണ്ടിട്ട് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രിപ്ഷൻ കൂട്ടുക. അപ്പം താങ്ക്